മൂന്നാം ഊഴത്തിൽ മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കാനുള്ള മോദിയുടെ ആഗ്രഹത്തിന് തിരിച്ചടി. ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കേണ്ടതിനാൽ മന്ത്രിമാരുടെ എണ്ണം കൂട്ടാനാണ് ആലോചന. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്ന സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്ക് ലഭിക്കാൻ സാധ്യത. സ്പീക്കർ പദവി ഉൾപ്പെടെ ലഭിച്ചില്ലെങ്കിൽ TDP മോദി സർക്കാരിനെ ചേർന്നേക്കില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങ് 8-ന് നടക്കുന്ന കാര്യത്തിലും അവ്യക്തത. അതേസമയം പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും B. ബാലഗോപാൽ ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. നല്ലൊരു പ്രഭാതമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വേക്കപ്പ് കേരള തുടങ്ങാം. ബാലഗോപാൽ, അതായത് ഇന്ത്യ സഖ്യം അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഇന്ത്യ സഖ്യവും NDAയും കൂടി. NDA ഒരു അങ്കലാപ്പിലാണ്. ഇനി എന്താണ് ചെയ്യുക, വ്യക്തതയൊന്നും വന്നിട്ടുമില്ല. 8-ാം തീയതി വെച്ചിരുന്ന സത്യപ്രതിജ്ഞയിലും ഒരു അവ്യക്തത. ഇനി എന്തായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ? എങ്ങനെയാവും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമോ? നമ്മുടെ പ്രേക്ഷകർക്കടക്കം വലിയ ആശങ്കയിലാണ്. മോദി, ഗുഡ് മോർണിംഗ്. നല്ലൊരു വാർത്തകളുടെ ദിവസമായിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും ആശംസിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ നിന്ന് നിരവധി വാർത്തകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നലെ ഈ 8-ാം തീയതി മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉണ്ടാകുമെന്നായിരുന്നു വൈകിട്ടൊക്കെ ഏതാണ്ട് കരുതിയിരുന്നത്. പക്ഷേ അത് സംബന്ധിച്ചുള്ള ചില അവ്യക്തതകളും ഇപ്പോൾ ഉണ്ടാകുകയാണ്. കാരണം സത്യപ്രതിജ്ഞ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും തന്നെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഇന്നലെ വൈകിട്ട് ഡൽഹിയിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ചൊരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലും ഈ സത്യപ്രതിജ്ഞയുടെ സമയം സംബന്ധിച്ചും തീയതി സംബന്ധിച്ചുമുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് NDAയിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. NDAയിൽ ആര് മന്ത്രിയാവും, ആർക്ക് ഏത് പദവി ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഘടകകക്ഷികളുമായി സംസാരിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 BJP നേതാക്കളെ രംഗത്തിറക്കിയിരിക്കുന്നു എന്നതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഈ 3 നേതാക്കളും BJPയുടെ നിലവിലെ ഘടകകക്ഷികൾ, അതായത് NDAയുടെ ഘടകകക്ഷി നേതാക്കളുമായി സംസാരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ നേതാക്കളുമായുള്ള ആശയവിനിമയം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ പൊതുവെ കരുതിയിരുന്നത്, അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞു കേട്ടിരിക്കുന്നത്, TDP ചില ആവശ്യങ്ങൾ ഈ NDA നേതൃത്വത്തിന് മുമ്പാകെ, അതായത് അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മുമ്പിൽ വച്ചിരുന്നു എന്നതാണ്. സ്പീക്കർ പദവി, നിർണായകമായ മന്ത്രി പദവി എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ TDP നേതാക്കൾ പറയുന്നത് തങ്ങൾ ഒരാവശ്യവും ഔദ്യോഗികമായി ഉന്നയിച്ചിട്ടില്ല, പകരം തങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് കാത്തിരുന്ന് കാണുകയാണ് എന്നതാണ്. അതായത് BJP തങ്ങളോട് തങ്ങൾക്ക് എന്തൊക്കെ തരാം എന്ന്, എന്തൊക്കെ തരില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തട്ടെ എന്നാണ്. അങ്ങനെ വരുത്തിയതിന് ശേഷം മന്ത്രിസഭയിൽ ചേരണമോ ചേരണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനിക്കുമെന്നാണ് TDP കേന്ദ്രങ്ങൾ പറയുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ തങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങളിൽ ചന്ദ്രബാബു നായിഡുവിനും TDPക്കും തൃപ്തിയില്ല എങ്കിൽ പുറത്തു നിന്നുള്ള പിന്തുണ മാത്രമേ ഈ സർക്കാരിന് നൽകാൻ സാധ്യതയുള്ളൂ എന്നാണ് TDP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ JDUവും അവരുടെ ഈ സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ചുരുങ്ങിയത് 4 മന്ത്രി പദവിയെങ്കിലും ഇത്തവണ ലഭിക്കണമെന്നാണ് JDU ആവശ്യപ്പെടുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, നരേന്ദ്രമോദിയുടെ ഈ 2ാം മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിമാരുടെ എണ്ണം ചുരുക്കിയിരുന്നു. നിലവിൽ ഈ പാർലമെന്റിന്റെ അംഗസംഖ്യയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 81 പേരെ മന്ത്രിയാക്കാമായിരുന്നു. അദ്ദേഹം അന്ന് 71 പേരെയാണ് 2019 മന്ത്രിമാരാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ ചില വകുപ്പുകളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ആ മന്ത്രിമാരുടെ എണ്ണം ഏതാണ്ട് 60-ൽ കുറയ്ക്കാം എന്നായിരുന്നു നരേന്ദ്രമോദി ആദ്യം ആലോചിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ അക്കാര്യമൊക്കെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അതായത് ഏതാണ്ട് 81-ലേക്കൊക്കെ എത്തിക്കുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു പോംവഴി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഫലത്തിൽ 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുകയാണെങ്കിൽ അതൊരു ജംബോ ക്യാബിനറ്റ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് കേരളീയരെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകാംക്ഷ കേരളത്തിൽ നിന്ന് ആരൊക്കെ മന്ത്രിയാകും എന്നതാണ്. കേരളത്തിൽ ഇത്തവണ BJPക്ക് അക്കൗണ്ട് തുറന്നു, തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നു
ഉണ്ടാകുന്ന സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി തന്നെ ലഭിക്കുമെന്നാണ് BJP കേന്ദ്രങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഏത് വകുപ്പ് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം സുപ്രധാനമായ പല വകുപ്പുകളിലും ഇതിനോടകം തന്നെ ഘടകകക്ഷി നേതാക്കളൊക്കെ അവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിൽ BJP മന്ത്രിമാരുടെ വകുപ്പുകൾ അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഇന്ന് മുതൽ ഈ BJPയുടെയും NDAയുടെയും ഒക്കെ MP-മാർ ഡൽഹിയിൽ എത്തുന്നതായിരിക്കും. സുരേഷ് ഗോപിയും ഇന്ന് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. പക്ഷേ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏൽക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി അതിലൊരു ക്യാബിനറ്റ് മന്ത്രി ആയിരിക്കുമെന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. ഇതിനു പുറമെ ഈ കേരളത്തിൽ നിന്ന് സഹമന്ത്രിമാരെ കൂടി, അതായത് നിലവിൽ BJPയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളായി BJP കേന്ദ്ര നേതൃത്വം കരുതുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും ഈഴവ സമുദായത്തിൽ നിന്നും പാർട്ടിക്ക് നല്ല തോതിലുള്ള വോട്ടുകൾ ലഭിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൽപ്പെട്ടവരെ കൂടി ഉൾക്കൊള്ളിക്കുന്നതിന് ചില സഹമന്ത്രി പദവി ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകാൻ സാധ്യതയുണ്ട് എന്നും BJP കേന്ദ്രങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. മോത്തി.